ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നടൻ ആദിത്യൻ ജയനാണ്. സിനിമ സീരിയൽ മേഖലകളിൽ നെഗറ്റീവ് റോളുകളിലൂടെ പ്രേക്ഷക മനസ്സിലേക്ക് ഇടം നേടിയ ചുരുക്കം നടന്മാരിൽ ഒരാളാണ് ആദിത്യൻ ജയൻ എന്ന് പറയുന്ന നടൻ. അതുകൂടാതെ അന്തരിച്ച മുൻ സിനിമാ താരം ജയന്റെ പിന്തുടർച്ച അവകാശി എന്ന നിലയിലും അതേപോലെ തന്നെ നടി അമ്പിളി ദേവിയുടെ മുൻ ഭർത്താവ് എന്ന നിലയിലൊക്കെ അദ്ദേഹത്തിന് പ്രേക്ഷകർക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ഇതിനിടയിൽ അദ്ദേഹം കുറേയധികം വിവാദങ്ങളിൽ വന്നുപെട്ടിരുന്നു. മറ്റൊന്നുമല്ല, അമ്പിളി ദേവിയുമായിട്ടുള്ള വിവാഹബന്ധം നിലനിൽക്കെ തന്നെ ഇല്ലീഗലായിട്ട് മറ്റൊരു സ്ത്രീയുമായിട്ട് അഫെയർ വെച്ചിരുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട കേസുകളും കാര്യങ്ങളും എല്ലാം നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ വഴികൾ എല്ലാം അറിഞ്ഞതായിരുന്നു. ഇതിനെല്ലാം ശേഷം അദ്ദേഹം ഇപ്പോൾ ഒരു പോഡ്കാസ്റ്റിന്റെ അവതാരകനായിട്ട് എത്തിയിരിക്കുകയാണ്. സിനിമ ദ ക്യൂ എന്ന യൂട്യൂബ് ചാനലിലെ പോഡ്കാസ്റ്റ് അവതാരകനായിട്ടായിരുന്നു ആദിത്യൻ ജയൻ കഴിഞ്ഞ ദിവസം എത്തിയത്. സീരിയൽ താരം സ്നേഹ സുരേന്ദ്രൻ പങ്കെടുത്ത ആദ്യത്തെ എപ്പിസോഡിലെ സംഭാഷണങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെയാണ് താൻ ഒരുപാട് മാറി മനസമാധാനം വരെ ജീവിക്കുകയാണെന്ന് അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്, ഈ ആദിത്യൻ ജയൻ. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുറേയധികം കാര്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത് ഇദ്ദേഹത്തിന് കരൾ രോഗം വല്ലതും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ചോദിച്ചു വരുന്നത്. മറ്റൊന്നുമല്ല, ഇദ്ദേഹത്തിന്റെ രൂപം ആകെ മാറിപ്പോയിട്ടുണ്ട്. കറുത്ത് കരിവാളിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ മുഖം കണ്ടപ്പോൾ ആരാധകരായിട്ടുള്ള പലരും ചോദിക്കുന്നത് ഇദ്ദേഹത്തിന് കരൾ രോഗമോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ എന്നാണ്. കാരണം അത്രത്തോളം അദ്ദേഹം വീക്കാണ്. അതായത് അദ്ദേഹത്തിന്റെ പഴയ ആ മുഖത്തിന്റെ ഇതെല്ലാം മാറിപ്പോയിട്ടുണ്ട്. നടി അമ്പിളി ദേവിയുമുള്ള വിവാഹമോചനവും മുൻപത്തെ ആത്മഹത്യാ ശ്രമവും എല്ലാം ഓർമ്മിച്ചുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ അദ്ദേഹത്തിനെ വേട്ടയാടുന്നുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ അമ്മയെ തല്ലിയാൻ രണ്ട് പക്ഷമുള്ള ആളാണ്. അതേപോലെ തന്നെ ഇദ്ദേഹം അന്ന് ചെയ്ത കാര്യങ്ങളോട് എനിക്ക് യാതൊരു തരത്തിലും യോജിക്കാൻ പറ്റില്ല. കാരണം വിവാഹം കഴിച്ച് അദ്ദേഹത്തിനെ വിശ്വസിച്ച് കൂടെ ജീവിക്കുന്ന ഭാര്യയെ വഞ്ചിച്ചുകൊണ്ട് മറ്റൊരു സ്ത്രീയുമായിട്ട് ഇല്ലീഗൽ അഫയർ വെക്കുക. ഭാര്യയോട് മറ്റ് ആളുകൾ വിളിച്ചു ചോദിക്കുകയാണ്, നീ പ്രഗ്നന്റ് ആണോ? നിന്റെ ഭർത്താവ് ഒരു സ്കാനിങ് റിപ്പോർട്ടെല്ലാം സ്റ്റോറി ഇട്ടിട്ടുണ്ടല്ലോ എന്ന തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വൈഫ് കേൾക്കുന്നു. അങ്ങനെ അതിനെക്കുറിച്ച് ചോദിക്കുന്നു. അതിനുശേഷം ഇവർ സെപ്പറേറ്റ് ആവുന്നു. അങ്ങനെ കുറേയധികം കാര്യങ്ങളെല്ലാം ഞാനും ഒരു കാലഘട്ടത്തിൽ ന്യൂസ് ചാനലുകളിലും മറ്റുമെല്ലാം കണ്ടതാണ്. എന്തായാലും അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ പോഡ്കാസ്റ്റ് പുതിയതായിട്ട് വരുന്നതും. ഇതിനകത്ത് ഇദ്ദേഹത്തിന് മുഖം മുഴുവൻ കരിവാളിച്ചിരിക്കുന്നത് കണ്ടുകൊണ്ട് ആളുകൾ ചോദിക്കുന്നത് ഇദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ, കരൾ സംബന്ധമായിട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ അദ്ദേഹം അതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ട് പറയേണ്ട തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റുകൾ വരുമായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചർച്ച ചെയ്യാം. അപ്പോൾ ശരിയാണ്.